ഏലമലക്കാടുകൾ വനഭൂമിയാക്കാനുള്ള നീക്കത്തിനെതിരെ ഇടുക്കിയിൽ വൻ പ്രതിഷേധ സമരങ്ങൾക്ക് കളമൊരുങ്ങുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. വിഷയത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി നെടുങ്കണ്ടത്ത് ഇടുക്കി എംപിയുടെ നേതൃത്വത്തിൽ ആലോചനാ യോഗം ചേർന്നു. CHRമായി ബന്ധപ്പെട്ട വില്ലേജുകളിൽ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും തീരുമാനമായി. ഏലമലക്കാടുകളിൽ വനംവകുപ്പിന്റെ അവകാശവാദങ്ങൾ സംബന്ധിച്ചുള്ള കേസ് സുപ്രീംകോടതി ഉടൻ പരിഗണിക്കാനിരിക്കെയാണ് കർഷക സന്നദ്ധ സാമുദായിക സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നത്. നിലവിൽ ഏലമലക്കാടുകളിലെ മരങ്ങളുടെ ഉടമസ്ഥത അവകാശം വനംവകുപ്പിനും ഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനുമാണ്. പൂർണ്ണ അവകാശം വനംവകുപ്പിന് നൽകിയാൽ ഇടുക്കിയിലെ ജീവിതവും കൃഷിയും പ്രതിസന്ധിയിലാവും. CHR കേസിൽ പരാജയപ്പെട്ടാൽ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാവുമെന്ന് ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. ഉയർന്നു വന്നിട്ടുള്ള ആശങ്കകൾ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഇന്ന് നിലനിൽക്കുന്ന നിയമ പോരാട്ടത്തിൽ ജനങ്ങൾക്കനുകൂലമായി കർഷകർക്കനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരുന്നതിന് വേണ്ടി കേസ് ആ തരത്തിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഘടകങ്ങൾ കൂട്ടിച്ചേർക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇന്നത്തെ യോഗം ഇവിടെ ചേർന്നത്. അത് സംബന്ധിച്ചുള്ള ഒരു കൂടിയാലോചന യോഗമാണ് ഇവിടെ നടന്നത്. വിവിധ കർഷക സംഘടനകളുടെ പ്രതിനിധികൾ, മർച്ചൻ്റ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ സമുദായ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന റെപ്രസെൻറ്റേഷനെല്ലാം ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് പ്രത്യേകമായിട്ടുള്ള വിഷയങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, പരമോന്നത സുപ്രീം കോടതിയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കേസിൽ തോറ്റാൽ ഇടുക്കി ജില്ല കണ്ട ഏറ്റവും വലിയ കുടിയിറക്കായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനായിരിക്കും. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുള്ള നിലപാടില്ലായ്മ മൂലവും സർക്കാരിൻ്റെ ഭാഗത്ത് വ്യത്യസ്തമായ നിലപാടുകൾ ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് കേസിന് ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. വനംവകുപ്പ് തുടർച്ചയായി 2,10,000-ലധികം ഏക്കർ ഭൂമി CHR ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർഷിക റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. മന്ത്രി നിയമസഭയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ പല ഇടങ്ങളിലും അവരുടെ നിലപാട് ആ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റവന്യൂ വകുപ്പ് 1897-ലെയും പിന്നീട് വന്നിട്ടുള്ള വിജ്ഞാപനങ്ങളിലെയും എല്ലാം 15,720 ഏക്കറാണ് CHR എന്നുള്ള ആ ഒരു നിലപാടിൽ നിൽക്കുമ്പോഴും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പരിസ്ഥിതി സംഘടനകളുടെയും വനം വകുപ്പിൻ്റെയും അഭിപ്രായത്തിൻ്റെ അതേ തരത്തിൽ തന്നെ റവന്യൂ വകുപ്പ് പലപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ സുതാര്യവും സത്യസന്ധവുമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ തിരിച്ചടി നേരിടുമെന്ന് യോഗം ഓർമ്മപ്പെടുത്തി. വിഷയത്തിൽ വനം റവന്യൂ വകുപ്പുകളുടെ നിലപാട് ഒന്നാണെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഏലമലക്കാടുകൾക്കെതിരെ വരുന്ന ഏതൊരു തിരിച്ചടിയും ഇടുക്കിയുടെ സാമ്പത്തിക ജീവിത സാഹചര്യങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.